Good morning everyone. In this video we will learn about how to handle a computer device. Also we will learn some exercise question we will do. Chapter 3 Input and Output Device. Handling computer device. First, use a clean and dry hand to hold a CD or DVD by the edges. Do not touch its shiny surface. നമ്മളൊരു കമ്പ്യൂട്ടറിലുള്ള ഡിവൈസുകൾ ഉപകരണങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. യൂസ് എ ക്ലീൻ ആൻഡ് ഡ്രൈ ഹാൻഡ് ടു ഹോൾഡ് എ സി ഡി അല്ലെങ്കിൽ ഡി വി ഡി. സി ഡിൻ്റെ ഡി വി ഡിൻ്റെ ഒക്കെ എന്താണ് നമ്മളത് സ്റ്റോറേജ് ഡിവൈസിൽ പഠിച്ചു. സി ഡി എന്താണെന്ന് ഡി വി ഡി എന്താണെന്ന് പഠിച്ചു. ഈ സി ഡിയും ഡി വി ഡിയും ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലീൻ ആൻഡ് ഡ്രൈ ഹാൻഡ്. നമ്മുടെ കൈ എന്തായിരിക്കണം? വെറ്റാവരുത്, നനഞ്ഞിരിക്കരുത്. ക്ലീനും ഡ്രൈയും ആവണം. അതിൻ്റെ എഡ്ജസിൽ ഇവിടെ ഈ സൈഡിലുള്ള പിക്ചേഴ്സിൽ കാണാം എങ്ങനെയാണ് നമ്മൾ ഒരു സി ഡി ഹോൾഡ് ചെയ്യേണ്ടതെന്ന്. കണ്ടില്ല, ഇതിൻ്റെ എഡ്ജസിൽ ആണ് നമ്മൾ പിടിക്കേണ്ടത്. അതിൻ്റെ സർഫേസിൽ ഷൈനി ആയിട്ടുള്ള സർഫേസിൽ, ആ വിബ്ജിയോറിൻ്റെ കളറിലുള്ള സർഫേസിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ടച്ച് ചെയ്യരുത്. പിന്നെ സെക്കൻഡ് വൺ, ഡു നോട്ട് റൈറ്റ് ഓൺ ദ ഷൈനി സൈഡ് ഓഫ് എ സി ഡി ഓർ ഡി വി ഡി. റൈറ്റ് ഓൺ ദ ലേബിൾ ഓൺ ദ അതർ സൈഡ് വിത്ത് എ സി ഡി മാർക്കർ പെൻ. സി ഡി മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സി ഡിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ലൈൻ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവും. അവിടെ സി ഡി മാർക്കർ യൂസ് ചെയ്തിട്ട് എഴുതാം. മറ്റുള്ള സൈഡിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഷൈനി സൈഡ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ സി ഡി ഇടുന്ന ആ ഭാഗത്ത് വിബ്ജിയുടെ കളറൊക്കെ വരുന്ന ആ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എഴുതാൻ പാടില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രാച്ച് വീഴും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സി ഡിയിലുള്ള കണ്ടൻറ്റ് കാണാൻ പറ്റില്ല. Next, be careful while pushing a pen drive into the USB port. Insert it gently. നമ്മൾ സി പി യുവിലാണ് ഒരു യു എസ് ബി അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവ് എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലേ? യു എസ് ബി പോർട്ട് ഉണ്ടാവും, അതിലാണ് നമ്മൾ പെൻ ഡ്രൈവ് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്താ ചെയ്യുക? കെയർഫുള്ളായിട്ട് പുഷ് ചെയ്യുക. പതുക്കെ പുഷ് ചെയ്യുക. നമ്മൾ ഹാർഡായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? സി പി യു ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പെൻ ഡ്രൈവിനും ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഫോർത്ത് വൺ, ഡു നോട്ട് വേസ്റ്റ് പേപ്പർ. പ്രിൻറ്റ് ഓൺലി വെൻ ഇറ്റ് ഈസ് നെസസറി. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കറണ്ട് പേജിൽ പ്രിൻറ്റ് ചെയ്താൽ മതി. പേപ്പർ എന്ത് ചെയ്യരുത്? വേസ്റ്റ് ചെയ്യരുത്. വെറുതെ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അത് വേസ്റ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ്, എക്സസൈസ് ക്വസ്റ്റ്യൻ. ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ അതിനെ ടിക്ക് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു ടൈപ്പ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: കീബോർഡ്, മൗസ്, പ്രിൻ്റർ. ഏതാണ് നമ്മൾ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പോൾ എല്ലാ ഓപ്ഷനും ചെയ്യുക. ഫസ്റ്റ് എന്താ? കീബോർഡ്. കീബോർഡ് നമ്മൾ എന്തിനാണ് പഠിച്ചത്? ടൈപ്പ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് അല്ലേ? ലെറ്റേഴ്സും നമ്പേഴ്സും ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നത്. മൗസ് എന്താണ്? ഒരു പോയിൻറ്റിങ് ഡിവൈസാണ്. പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിൻ്റ് റിസൾട്ട് ഓൺ പേപ്പർ അല്ലേ? അപ്പോൾ ഏതാ ഇതിൽ ആൻസർ? ആൻസർ ഈസ് കീബോർഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? കറക്റ്റ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ അതിനെ ടിക്ക് ചെയ്യാം. അത് നേരെ ടിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് നോക്കുക, നേരെ ടിക്ക് ചെയ്യുക. മൈക്രോഫോൺ, പ്രിൻ്റർ, ഹെഡ്ഫോൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, കമ്പ്യൂട്ടറിലേക്ക് അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് ഇൻപുട്ട് ഡിവൈസ്. ഗിവ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് ഡിവൈസ്. മൈക്രോഫോൺ, പ്രിൻ്റർ, ഹെഡ്ഫോൺ. മൈക്രോഫോൺ എന്താണ്? നമ്മൾ സൗണ്ട്സിനെ കമ്പ്യൂട്ടറിലേക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോഫോൺ. നമ്മൾ ഇൻസ്ട്രക്ഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ മൈക്രോഫോണാണ് ഒരു ഇൻപുട്ട് ഡിവൈസ്. ഇനി സെക്കൻഡ് വൺ എന്താണ്? പ്രിൻ്ററാണ്. പ്രിൻ്റർ എന്താണ്? നമുക്ക് റിസൾട്ട് പേപ്പറിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. നമുക്കത് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. ടേക്ക് റിസൾട്ട് ഓൺ പേപ്പർ അല്ലേ? അത് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. സോ അതെന്താണ്? ഔട്ട്പുട്ടാണ്.
നെക്സ്റ്റ് വൺ ഹെഡ്ഫോണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ ഹിയറിലേക്ക് സോങ്സ് കേൾക്കാൻ അല്ലെങ്കിൽ സൗണ്ട്സ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത്. അതെന്താണ്? ഔട്ട്പുട്ട് ഡിവൈസാണ്. ആൻസർ എന്താണ്? മൈക്രോഫോൺ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്? ഏതാണ് താഴെ പറയുന്നതിൽ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്? ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? സ്കാനർ, മൗസ്, മോണിറ്റർ. ഇതിലേതാണ് ഔട്ട്പുട്ട് ഡിവൈസ്? സ്കാനർ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസ് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്കാനർ. അതെന്താണ്? ഇൻപുട്ട് ഡിവൈസാണ്. മൗസ് എന്തിനാണ്? നമ്മൾ ഇൻസ്ട്രക്ഷൻ അങ്ങോട്ട് കൊടുക്കുന്നതിനാണ് മൗസ് യൂസ് ചെയ്യുന്നത് അല്ലേ? പോയിൻറ്റിംഗ് ഡിവൈസാണ്. നമ്മൾ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെ യൂസ് ചെയ്യുന്നു? മൗസിനെ യൂസ് ചെയ്യുന്നു. സോ മൗസ് ഈസ് ഇൻപുട്ട് ഡിവൈസ്. തേർഡ് വൺ, മോണിറ്റർ എന്തിനാണ്? നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ്, സോങ്സ് ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? മോണിറ്റർ അല്ലേ? മോണിറ്റർ അപ്പോൾ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസാണ്. സോ ആൻസർ ഈസ് മോണിറ്റർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റോറേജ് ഡിവൈസ്? താഴെ പറയുന്നത് ഏതാണ് സ്റ്റോറേജ് ഡിവൈസ് എന്നുള്ളത്? ഫസ്റ്റ് വൺ, സി ഡി എന്തിനാണ്? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്പീക്കർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസാണ്. കീബോർഡ് ഇൻപുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇതിലേതാ സ്റ്റോറേജ് ഡിവൈസ്? സി ഡി ആണ്. ആൻസർ ഈസ് സി ഡി. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നമുക്ക് ബ്രാക്കറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാച്ച് ചെയ്ത് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഫസ്റ്റ് വൺ സി ഡി, സെക്കൻഡ് വൺ സ്കാനർ, തേർഡ് വൺ സോഫ്റ്റ് കോപ്പി, ഫോർത്ത് വൺ പെൻ ഡ്രൈവ്. ഫസ്റ്റ് ആണ് എ ഡാഷ് ഈസ് ഇൻസേർട്ടഡ് ഇൻ എ സി പി യു. സി പി യുവിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഏതാണ്? സെക്കൻഡ് വൺ, ഡാഷ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് എന്നാണ്? ഡാഷ് ഈസ് ആൻ ഇൻപുട്ട്, ബ്രാക്കറ്റിൽ തന്നതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? സി ഡി, സ്കാനർ, സോഫ്റ്റ് കോപ്പി, പെൻ ഡ്രൈവ്. ഇതിലേതാണ് ഇൻപുട്ട് ഡിവൈസ്? തേർഡ് വൺ, ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. ഡാറ്റ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നതിന് പറഞ്ഞ പേരെന്താണെന്നുള്ളതാണ്. സി ഡി, സ്കാനർ, സോഫ്റ്റ് കോപ്പി, പെൻ ഡ്രൈവ്. ഫോർത്ത് വൺ, എ ഡാഷ് ഈസ് എ സ്മോൾ റൗണ്ട് ഡിസ്ക്. ബ്രാക്കറ്റിൽ നിന്നിട്ടുള്ള ഏതാണ് സ്മോൾ റൗണ്ട് ഡിസ്ക് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്? ആൻസർ, എ ഡാഷ് ഈസ് ഇൻസേർട്ടഡ് ഇൻ എ സി പി യു. ഫസ്റ്റ് ആൻസർ, പെൻ ഡ്രൈവ്. സെക്കൻഡ് വൺ, ഡാഷ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. Scanner. The data stored in a computer is called soft copy. Fourth one, a dash is a small round disk. A CD is a small round disk. Next, state true or false. True ആണെങ്കിൽ T എന്നും false ആണെങ്കിൽ F എന്നും മാർക്ക് ചെയ്യുക. ആ റൗണ്ടിൽ മാർക്ക് ചെയ്യുക. പെൻഡ്രൈവ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. പെൻഡ്രൈവ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണോ? എ സി ഡി ക്യാൻ സ്റ്റോർ മോർ ഡാറ്റ ദാൻ എ ഡി വി ഡി. ഒരു സി ഡിയിൽ ഡി വി ഡിനേക്കാൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും. എ സി ഡി ക്യാൻ സ്റ്റോർ മോർ ഡാറ്റ ദാൻ എ ഡി വി ഡി. എ മൈക്രോഫോൺ ക്യാൻ ബി യൂസ്ഡ് ടു റെക്കോർഡ് മ്യൂസിക്. മൈക്രോഫോണിന് മ്യൂസിക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമോ? ദ ഡാറ്റ ക്യാൻ ബി എ വേർഡ്, എ നമ്പർ ഓർ എ ഡ്രോയിങ്. ഒരു ഡാറ്റ എന്ന് പറയുന്നത് വേർഡോ അല്ലെങ്കിൽ നമ്പറോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ ആവാം. പെൻഡ്രൈവ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഒരു പെൻഡ്രൈവ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണോ? അല്ല. പെൻഡ്രൈവ് ഈസ് ആൻ സ്റ്റോറേജ് ഡിവൈസ്. ഇറ്റ്സ് ഫാൾസ്. സെക്കൻഡ് വൺ, എ സി ഡി ക്യാൻ സ്റ്റോർ മോർ ഡാറ്റ ദാൻ എ ഡി വി ഡി. ഇറ്റ്സ് ഫാൾസ്. ഒരു സി ഡിക്ക് ഡി വി ഡിനേക്കാൾ ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കണം. ഫാൾസ് ആണ്. ഡി വി ഡിക്കാണ് സി ഡിനേക്കാൾ കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയുക. എ ഡി വി ഡി ക്യാൻ സ്റ്റോർ മോർ ഡാറ്റ ദാൻ എ ഡി വി ഡി. തേർഡ് വൺ, എ മൈക്രോഫോൺ ക്യാൻ ബി യൂസ്ഡ് ടു റെക്കോർഡ് മ്യൂസിക്. മൈക്രോഫോൺ വെച്ചിട്ട് നമുക്ക് മ്യൂസിക് റെക്കോർഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ചോദിക്കുന്നത്. ഇറ്റ്സ് ട്രൂ, ബിക്കോസ് മൈക്രോഫോൺ ഈസ് എ ഇൻപുട്ട് ഡിവൈസ്, സോ വി ക്യാൻ റെക്കോർഡ് മ്യൂസിക്. ഫോർത്ത് വൺ, ഡാറ്റ ക്യാൻ ബി എ വേർഡ്, എ നമ്പർ ഓർ എ ഡ്രോയിങ്. ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വേർഡ് ആവാം, അല്ലെങ്കിൽ നമ്പർ ആവാം, അല്ലെങ്കിൽ ഡ്രോയിങ് ആവാം. ഇറ്റ്സ് ട്രൂ. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്.
താഴെ പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ, വിച്ച് ഔട്ട്പുട്ട് ഡിവൈസ് ഹെൽപ്പ് യു ടു പ്രിൻറ്റ് ഓൺ എ പേപ്പർ? നിങ്ങൾക്ക് ഏത് ഡിവൈസാണ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ആ ഡിവൈസിൻ്റെ പേരെന്താണെന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. വിച്ച് ഔട്ട്പുട്ട് ഡിവൈസ് ഹെൽപ്പ് യു ടു പ്രിൻറ്റ് ഓൺ എ പേപ്പർ? പ്രിൻ്റർ. ഇറ്റ്സ് പ്രിൻ്റർ. ആൻസർ ഈസ് പ്രിൻ്റർ. ഇറ്റ് റിസീവ് ഔട്ട്പുട്ട് ഫ്രം എ കമ്പ്യൂട്ടർ ആൻഡ് പ്രിൻറ്റ് ഇറ്റ് ഓൺ എ പേപ്പർ. ഔട്ട്പുട്ട് എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിൽ നിന്ന് റിസീവ് ചെയ്യുകയും ചെയ്യും. ആ ഔട്ട്പുട്ടിനെ നമുക്ക് പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് തരികയും ചെയ്യും. ഇതിനാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഈ പ്രിൻ്ററാണ് നമുക്ക് ഔട്ട്പുട്ട് പേപ്പറിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം എനി 2 സ്റ്റോറേജ് ഡിവൈസ്. ഏതെങ്കിലും 2 സ്റ്റോറേജ് ഡിവൈസിൻ്റെ പേര് എഴുതുക. ഒരുപാട് സ്റ്റോറേജ് ഡിവൈസ് പഠിച്ചു, അതിലേതെങ്കിലും 2 എഴുതാം. പെൻഡ്രൈവ്, DVD ഒരു CD. നമുക്ക് ഏതെങ്കിലും എഴുതാം. പെൻഡ്രൈവ് എഴുതാം, DVD എഴുതാം, CD എഴുതാം. പെൻഡ്രൈവ്, DVD. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാം. ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് വൺ, ഇൻപുട്ട് ഡിവൈസ് ടു ഗിവ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു എ കമ്പ്യൂട്ടർ. ഇൻപുട്ട് ഡിവൈസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റിനെയും ഇൻസ്ട്രക്ഷനെയും കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് എന്ത്? ഇൻപുട്ട് ഡിവൈസ്. ടെക്നോളജി അല്ല, ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസ്. ടു ഗിവ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഡിവൈസുകൾ. ഇൻ നെക്സ്റ്റ്, ഔട്ട്പുട്ട് ഡിവൈസ് ഇറ്റ് ഷോ ദ റിസൾട്ട് ഓഫ് പ്രോസസ്സിങ്. പ്രോസസ്സ് ചെയ്തതിന് CPU പ്രോസസ്സ് ചെയ്തതിനെ നമുക്ക് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഔട്ട്പുട്ട് ഡിവൈസ്.